ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കടലക്കറിയാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണിത്. വളരെ സിമ്പിളായിട്ട് എങ്ങനെ കടലക്കറി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ 250 ഗ്രാം കടലയാണ് എടുത്തിരിക്കുന്നത്. കടല തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷമാണ് ഞാൻ എടുത്തേക്കുന്നത്. ആദ്യം തന്നെ ഈ കടല വേവിച്ചെടുക്കേണ്ടതുണ്ട്. അതിനായി ഒരു കുക്കറിലേക്ക് കടല ഇട്ട ശേഷം 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അതിനുശേഷം 1/2 ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 4-5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. കുക്കറിൻ്റെ എയറെല്ലാം പോയതിന് ശേഷം മാത്രം തുറക്കുക. അടുത്തതായി നമുക്ക് എടുക്കേണ്ടത് ഒരു സവോളയാണ്. ഒരു സവോളയാണ് ഞാൻ ഇതിനായി എടുത്തേക്കുന്നത്. സവോള ചെറുതായിട്ട് നീളത്തിൽ അരിയുക. ഞാൻ ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവോള കൂടാതെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 തണ്ട് കറിവേപ്പില എന്നിവ കുക്കറിലേക്ക് ഞാൻ ഇട്ട് ചെറുതായിട്ട് ഇളക്കുന്നുണ്ട്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങളുടെ പാകത്തിന് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അതിനുശേഷം ഞാനൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല തയ്യാറാക്കാം. അതിനായി ഞാൻ ഒരു പാൻ ചൂടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇവിടെ ഞാൻ മസാലയ്ക്കായിട്ട് എടുത്തേക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവയാണ്. വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുക് 1/2 ടീസ്പൂൺ ഇട്ട് മൂപ്പിക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലും ഏകദേശം മൂത്ത് വന്ന ശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കിയ മസാലപ്പൊടികളെല്ലാം ഇട്ട് വരട്ടിയെടുക്കാം. മസാലപ്പൊടികൾ ഇട്ട ശേഷം അതൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയ ശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ഇടാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. കടലയ്ക്കൊപ്പം തന്നെ കുക്കറിലുണ്ടായിരുന്ന വെള്ളം കൂടി നമുക്ക് ഒഴിക്കാവുന്നതാണ്. ഇതൊന്ന് ചെറുതീയിലിട്ട് തിളപ്പിക്കുക. തിളച്ച ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.